ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കിടിലം വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല പഞ്ഞി പോലുള്ള സ്നാക്കാണ്, ഉള്ളിൽ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. ഇത് 7 വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മറ്റേ ഒരു കുരുകുരു പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ അതിട്ടിട്ട് അതൊന്ന് പൊങ്ങാനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പരുവാവുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 1/4 കപ്പും പിന്നെ കുറച്ചും കൂടെയാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിൽ. അപ്പോൾ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 1/4 കപ്പ് പ്ലസ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ടാവും. സാധാരണ നോർമൽ വാട്ടർ എടുക്കരുത്, കുറച്ച് ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം മേലെ കുറച്ച് ഓയിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തടവി കൊടുത്തിട്ട് ഞാനൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മളിതിൽ കൂടുതൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല, 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല, ഒരു മീഡിയം പൊങ്ങി. പക്ഷേ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓയിലിടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ ഒരു പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ട് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ചിക്കനാണ്. ചിക്കന് ഉപ്പും മഞ്ഞളും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കന് ചെറുതായിട്ട് പിച്ചിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതല്ല ബീഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ. കുക്കറിൽ വിസിൽ 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ട് പുഴുങ്ങിയത് അതൊന്ന് അടച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് അത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള സ്നാക്സ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 7 വരെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്താ പറയുക ഉരുളകളാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഓരോന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി, കൂടുതൽ തിന്നാക്കി പരത്തരുത്, ചെറിയ കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഷേപ്പ് ആക്കുന്നത് ബോൾ ഷേപ്പിലൊന്ന് ആക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നന്നായിട്ട് മാവ് വന്ന് നിന്നിട്ട് അപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വേറെ ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ വേറെയും അങ്ങനെ പരത്തി എടുത്തിട്ട് ഉള്ളിൽ സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഇതൊന്ന് ഒട്ടിക്കുന്നത് റെഡിയാക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒട്ടൽ മാത്രം പോരാ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ. ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് ഇത് പൊങ്ങി വരുമ്പോൾ ആ ഒരു ഒട്ടിയതൊക്കെ നമ്മൾ ഒട്ടിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരും, ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അത് പൊങ്ങി വരുന്ന സമയത്ത് ഒട്ടിച്ചതൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അടുത്തതെല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ഓവറായിട്ട് തിന്നായിട്ട് പരത്താതിരിക്കാനും ശ്രദ്ധിക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. അങ്ങനെ 7 എണ്ണം ഉള്ളത് 7ഉം നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 7 ഇവിടെ റെഡി ആയിട്ടാണ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ. അതിൽ ഞാനൊരു പശ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഓയിലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ ഈ സ്നാക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് പഞ്ഞി പോലെ എന്ന് പറയാൻ തന്നെ കാരണം. അതും ഓവറായിട്ട് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് വരാൻ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആ ഒരു പശ ഒട്ടിച്ച് കൊടുക്കുന്നത്. മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പശയാക്കി തിക്കായിട്ടുള്ളൊരു പശയാക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും അത് ഓയിലിലേക്ക് ചാടും. ആ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ആ ഒരു വിടവ് വരും. അപ്പോൾ ഓയിലിലേക്ക് ചാടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഒട്ടിച്ച് കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ 2 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ മേൽഭാഗം ചെറിയൊരു ക്രിസ്പിയായിട്ട് തോന്നുമെങ്കിലും അതൊന്നിങ്ങനെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ ബ്രെഡൊക്കെ ഉണ്ടാവില്ല, ബ്രെഡ് ബണ്ണ് അതേപോലത്തെ നല്ല പഞ്ഞി പോലെ ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്ക് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പൊങ്ങി വരുന്നത്. അപ്പോൾ നല്ല ബണ്ണ് രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഞാനിതൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഉള്ളിലിങ്ങനെ ആ ഒരു സൈഡ് പോർഷനിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ബ്രെഡിൻ്റെ രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്